ഹായ് ഓൾ, നമ്മളന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇക്വിലിബ്രിയത്തിൽ നിന്നുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ PSC എക്സാമുകളായിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇത് നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഡിസ്റ്റർബ് ദ ഇക്വിലിബ്രിയം പോയിന്റ്? എ കോൺസെൻട്രേഷൻ, ബി ടെമ്പറേച്ചർ, സി പ്രഷർ, ഡി കാറ്റലിസ്റ്റ്. അപ്പോൾ ഇക്വിലിബ്രിയം പോയിന്റിനെ ഡിസ്റ്റർബ് ചെയ്യാത്തത് ഇതിൽ ഏതാണെന്നാണ്. പറയൂ. നമ്മൾ ലെഷാർലിയർ പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഇക്വിലിബ്രിയത്തിനെ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അവിടെ കാറ്റലിസ്റ്റ് ഇക്വിലിബ്രിയം പോയിന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അവിടെ റിയാക്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇക്വിലിബ്രിയം പോയിന്റിനെ എന്ത് ചെയ്യുന്നില്ല? കാറ്റലിസ്റ്റ് അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ ഡിപ്പെൻഡ് ചെയ്യാത്ത ക്വാണ്ടിറ്റി ഏതാണ്? കാറ്റലിസ്റ്റ്. ആ ലെഷാർലിയർ പ്രിൻസിപ്പിള് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത് നോക്കൂ. A plus 3B gives 2C. ഒരു റിയാക്ഷൻ വന്നിട്ടുണ്ട്. പ്ലസ് ഹീറ്റ്. ദെൻ ഈ രാസപ്രവർത്തനത്തിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാം മാർഗങ്ങളാണ് പുരോപ്രവർത്തനം വേഗത്തിലാക്കാൻ സഹായിക്കുന്നത്? അതായത് റിയാക്ഷൻ വന്നിട്ടുണ്ട്. ഇതിന്റെ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് സിയുടെ ഗാഢത വർദ്ധിപ്പിക്കുന്നു, അതായത് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുക സിയുടെ. ദെൻ രണ്ടാമത് പറയുന്നത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. മൂന്നാമത്തത് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. നാലാമത്തത് എയുടെ ഗാഢത വർദ്ധിപ്പിക്കുന്നു. അപ്പോ എക്സാമിന് ഇങ്ങനെ ചോദ്യങ്ങൾ വരാറുള്ളത് ഡയറക്റ്റ് ലെഷാർലിയർ പ്രിൻസിപ്പിൾ ചോദിക്കാറില്ലെങ്കിലും ഒരു റിയാക്ഷൻ വന്നിട്ട് അതിൽ നിന്ന് അതിന്റെ ആ ഒരു ഡിപ്പെൻഡൻസ് ആണ് നമുക്ക് ചോദിക്കാറുള്ളത്. അപ്പൊ നോക്കാം. ഒന്നാം സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? സിയുടെ ഗാഢത വർദ്ധിപ്പിക്കുന്നു. ഇവിടെ സി എന്താണ്? പ്രൊഡക്റ്റ് അല്ലേ? നമുക്കറിയാം പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? അവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് അവിടെ ഫേവർ ചെയ്യുക അല്ലേ? ഇവിടെ ശരിക്കും നടക്കേണ്ടത് എന്താണ്? നമുക്ക് ഫോർവേഡ് റിയാക്ഷന്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഫോർവേഡ് റിയാക്ഷൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിയാക്ടന്റിന്റെ, അതായത് എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താലാണ് അവിടെ ഫോർവേഡ് റിയാക്ഷൻ ഫേവർ ചെയ്യുള്ളൂ അല്ലേ? അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ അവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് അവിടെ സ്പീഡപ്പ് ആവുക, അതായത് ഫോർവേഡ് റിയാക്ഷൻ അവിടെ സ്ലോ ആണ്. മനസ്സിലായല്ലോ? അപ്പൊ സി അല്ലെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി രണ്ടാമത്തെ നോക്കൂ. താപനില വർദ്ധിപ്പിക്കുന്നു. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കുക? ഇവിടെ നോക്കൂ. നമുക്കറിയാം ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക? അവിടെ എക്സോതെർമിക് ആണെങ്കിൽ അവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് അവിടെ ഫേവർ ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിലോ? എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ അവിടെ എന്താണ്? ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഫോർവേഡ് റിയാക്ഷൻ ആണ് അവിടെ സ്പീഡപ്പ് ആവുക. മനസ്സിലായല്ലോ? അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കുക. എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് നടക്കുക. അതേസമയം എൻഡോതെർമിക് ആണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് ആണ് ഇൻക്രീസ് ആവുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ? ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നുണ്ട്, അവിടെ ഡിക്രീസ് അല്ലേ ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനും തെറ്റായിട്ട് പറയാൻ പറ്റും. ഇനി മൂന്നാമത്തെ നോക്കൂ. മർദ്ദം വർദ്ധിപ്പിക്കുന്നു. പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഷറിന്റെ ഡിപ്പെൻഡൻസ് എങ്ങനെയാണ് വരുന്നത്? നമ്മള് നമ്പർ ഓഫ് മോൾസ് നോക്കിയിട്ടാണ് അല്ലേ? അപ്പൊ ഏത് സൈഡിലാണോ നമ്പർ ഓഫ് മോൾസ് കുറവുള്ളത് അങ്ങോട്ടായിരിക്കും റിയാക്ഷന്റെ റേറ്റ് കൂടുതൽ ഉണ്ടാവുക. നമുക്കപ്പോ ഇവിടെ ഈ കേസിൽ തന്നിരിക്കുന്ന റിയാക്ടന്റിന്റെ നമ്പർ ഓഫ് മോൾസും പ്രൊഡക്റ്റിന്റെ നമ്പർ ഓഫ് മോൾസും നോക്കാം. അപ്പൊ റിയാക്ടന്റിന്റെ നമ്പർ ഓഫ് മോൾസ് വരുന്നത് എത്രയാണ്? നോക്കൂ. നമുക്ക് ഇവിടെ 1 ബിയുടെ 3 മോളും അങ്ങനെ മൊത്തം ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 4 നമ്പർ ഓഫ് മോൾസ് റിയാക്ടന്റ് വരുന്നത്. ഇനി പ്രൊഡക്റ്റിന്റെ കേസിലാണെങ്കിൽ അവിടെ നമ്പർ ഓഫ് മോൾസ് എത്ര വരുന്നുള്ളൂ? 2 വരുന്നത് അല്ലേ? അപ്പൊ ഇവിടെ നമ്പർ ഓഫ് മോൾസ് കുറവുള്ളത് എവിടെയാ? പ്രൊഡക്റ്റിനല്ലേ നമ്പർ ഓഫ് മോൾസ് കുറവ് ആണല്ലോ. അതുകൊണ്ട് പ്രഷർ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക എന്ത് സംഭവിക്കുക? ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ ആണ് സ്പീഡപ്പ് ആവുക. മനസ്സിലായല്ലോ? ഒന്നുകൂടെ പറയാം. അതായത് റിയാക്ടന്റിന്റെ നമ്പർ ഓഫ് മോൾസ് നോക്കുകയാണെങ്കിൽ ഇവിടെ 4 വരുന്നത്, പ്രൊഡക്റ്റിൻ്റെത് 2.
അപ്പൊ പ്രഷറിന്റെ കേസ് പറയുമ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്പർ ഓഫ് മോൾസ് റിയാക്ടന്റിനാണോ കുറവെങ്കിൽ ആ സൈഡിലോട്ടായിരിക്കും അതിന്റെ റേറ്റ് സ്പീഡ് അപ്പ് ആവുക. അതേസമയം പ്രൊഡക്റ്റിന്റെ കേസിലാണ്, പ്രൊഡക്റ്റിന്റെ ഭാഗത്താണ് പ്രൊഡക്റ്റിന്റെ ഭാഗത്താണ് നമ്പർ ഓഫ് മോൾസ് കുറവെങ്കിൽ അങ്ങോട്ടായിരിക്കും റിയാക്ഷന്റെ സ്പീഡ് കൂടുതൽ ഉണ്ടാവുക. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്താണ് ഫോർവേഡ് റിയാക്ഷനിൽ നടക്കുക? കാരണം എന്താ, ലെഫ്റ്റ് സൈഡിൽ നമ്പർ ഓഫ് മോൾസിന്റെ എണ്ണം കൂടുതലാണ് ആരേക്കാൾ, പ്രൊഡക്റ്റിനേക്കാൾ. അതുകൊണ്ട് ഫോർവേഡ് റിയാക്ഷൻ ഇവിടെ നടക്കും, സ്പീഡ് അപ്പ് ആവും. അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി നാലാമത്തെ നോക്കൂ, എയുടെ ഗാഢത വർദ്ധിപ്പിക്കുന്നു. എയുടെ ഗാഢത വർദ്ധിപ്പിക്കുക മീൻസ് എ എന്താ, റിയാക്ടിന്റെ അല്ലേ? റിയാക്ടിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫോർവേഡ് റിയാക്ഷൻ ആണ് കൂടുതൽ നടക്കുക അല്ലേ? സോ ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്? 3ഉം 4ഉം ആണ്. അത് വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് നമുക്ക് ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ ലേഷാർട്ട്ലിയർ പ്രിൻസിപ്പിൾ പ്രകാരം ഇവിടെ എങ്ങനെ എക്സാം ചോദിച്ചാലും നിങ്ങൾക്ക് അതിൽ നിന്ന് ആ ഒരു കൺസെപ്റ്റ് അറിയുന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്തത് നോക്കൂ, താഴെ പറയുന്നവയിൽ ഏത് ഘടകമാണ് ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗതയെ ബാധിക്കാത്തത്? അവര് റിയാക്ഷന്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് ഇതിൽ ഏതാണ്? ഒന്നാമത്തെ പറയുന്നത് അഭികാരകത്തിന്റെ ഗാഢത. അതാണോ? അല്ല, കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. അടുത്തത് ബി ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ബാധിക്കാത്ത കാര്യമാണ്, രാസപ്രവർത്തനത്തിന്റെ വേഗതയെ ബാധിക്കാത്ത കാര്യമാണ് വേണ്ടത്. അപ്പം ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്ത് നോക്കൂ, പ്രകാശത്തിന്റെ സാന്നിധ്യം, അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ഘടകമാണ്. അടുത്തത് ഡി നോക്കൂ, അഭികാരകത്തിന്റെ നിറം. ഇതെന്താ, നമ്മുടെ റിയാക്ടന്റിന്റെ നിറം അല്ലെങ്കിൽ കളർ അവിടെ അതിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഒരു റിയാക്ഷന്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് ഏതാണ്? റിയാക്ടന്റിന്റെ കളറാണ്. അടുത്തത് ഇത് HSന്റെ ചോദ്യമാണ്, 2016 ചോദിച്ചതാണ്. നോക്കൂ, AgCl plus Ki gives KCl plus AgI. റിയാക്ഷൻ തന്നു. സന്തുലനാവസ്ഥ പ്രാപിച്ച ഈ രാസപ്രവർത്തനത്തിൽ Ki വീണ്ടും ചേർക്കുമ്പോൾ എന്തു മാറ്റമാണ് സംഭവിക്കുന്നത്? അപ്പൊ റിയാക്ഷൻ തന്നു, എന്നിട്ട് പറയാണ് ഇവിടെ Ki കൂട്ടണം. അതായത് Ki കൂട്ടുക മീൻസ് എന്താ, ഇവിടെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാണ് അല്ലേ? അപ്പൊ കെയുടെ കോൺസെൻട്രേഷൻ Ki ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ, റിയാക്ടന്റ് അല്ലേ ഇൻക്രീസ് ചെയ്യുന്നത്? റിയാക്ടന്റ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫോർവേഡ് റിയാക്ഷൻ ആണ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് വരിക? ഓപ്ഷൻ എ പറയുന്നത് പുരോപ്രവർത്തനം, അതായത് ഫോർവേഡ് റിയാക്ഷൻ പ്രോത്സാഹിപ്പിക്കുന്നു. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? യെസ്, എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ബാക്കിയൊന്നും നോക്കണ്ട, ബാക്കിയൊക്കെ എന്താണ്, ബാക്കി ബി പറയുന്നത് എന്താ, പുരോപ്രവർത്തനവും പാശ്ചാത് പ്രവർത്തനവും ഒരേപോലെ പ്രോത്സാഹിപ്പിക്കുന്നു. അതാണോ? അല്ല. സി പറയുന്നത് എന്താ, പാശ്ചാത് പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നു, അതായത് ബാക്ക്വേർഡ് റിയാക്ഷനെ പ്രോത്സാഹിപ്പിക്കുന്നു. അതാണോ? അല്ല. ഡി പറയുന്നത് പുരോപ്രവർത്തനമോ പാശ്ചാത് പ്രവർത്തനമോ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് തെറ്റല്ലേ? ലേഷാർട്ട്ലിയർ പ്രിൻസിപ്പിൾ പ്രകാരം കോൺസെൻട്രേഷൻ, അതായത് റിയാക്ടന്റ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രൊഡക്റ്റ് കൂടുതലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെ റിയാക്ഷൻ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയാം, അല്ലെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ ഫേവർ ചെയ്യുന്നു. ഇതും HSന്റെ ചോദ്യമാണ്. നോക്കൂ, A+2C റിയാക്ഷൻ തന്നു. എന്ന സന്തുലനാവസ്ഥയുടെ സന്തുലന സ്ഥിരാങ്കം, അതായത് റിയാക്ഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KCയുടെ വാല്യൂ തന്നിട്ടുണ്ട്, KC = 40. ദെൻ C gives B+12A എന്ന സന്തുലനാവസ്ഥയുടെ സന്തുലന സ്ഥിരാങ്കം എത്ര? അത് നമുക്ക് റിയാക്ഷൻ തന്നു, എന്നിട്ട് ആ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്നിട്ട് വേറെ അതിൽ നിന്ന് തന്നെ വേറെ റിയാക്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC' ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാം? അത് നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യം എന്താ, അതായത് KC ഒരു റിയാക്ഷനിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ, ഇപ്പം A+B gives C+D എന്തോ ആയിക്കോട്ടെ, ഇതാണ് റിയാക്ഷൻ എങ്കിൽ ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടുത്തെ KC എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം KC പൊതുവെ നമ്മൾ കണ്ടുപിടിക്കാറുള്ളത് കോൺസെൻട്രേഷൻ ഓഫ്
പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ആണല്ലോ. അതായത് ഇവിടെ ഇപ്പൊ ഈ കേസിൽ പറയുകയാണെങ്കിൽ എന്ത് വരും? സി ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ബി. ഇപ്പൊ നേരത്തെ എഴുതിയ എ പ്ലസ് ബി ഗീവ് സി പ്ലസ് ഡി എന്ന റിയാക്ഷനിലാണ് ഇങ്ങനെ വരിക. ഇനി സപ്പോസ് അവിടെ എന്താ പറയുക സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻസ് കൂടെ ഉണ്ടെങ്കിൽ, അതായത് എ പ്ലസ് ബി ബി ഗീവ്സ് സി സി പ്ലസ് ഡി ഡി. ഇതാ ഇങ്ങനെയാണ് നമ്മുടെ റിയാക്ഷൻ എങ്കിൽ ഇവിടുത്തെ കെ സിയുടെ ഇക്വേഷൻ എന്ത് വരും? കെ സി ഈക്വൽ ടു സി റേസ് ടു സി, സ്മോളസ്റ്റ് സി വരും, ഡി റേസ് ടു ഡി, then concentration of A raised to A, B raised to B. ഇങ്ങനെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാണാനുള്ള ഇക്വേഷൻ അല്ലേ? നമുക്ക് ഇവിടെ അതൊന്നും വേണ്ട, ഞാൻ ജനറലി ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ബേസിക് പറഞ്ഞു എന്നുള്ളൂ. അത് ഇങ്ങനെയാണ് എഴുതാറുള്ളത്. ഇനി ഈ റിയാക്ഷനെ നമ്മൾ റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ, ഇത് ഫോർവേഡ് റിയാക്ഷൻ അല്ല, ഇപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇനി ഇതിന് തിരിച്ച് എന്ത് സി സി പ്ലസ് ഡി ഡി ഗീവ്സ് എ പ്ലസ് ബി ബി എന്നായിട്ട് തിരിച്ച് ചെയ്താണെങ്കിൽ നമ്മളപ്പോ എന്ത് ചെയ്യണം? ഇവിടെ കെ സിയുടെ എന്താണ് വരിക? പുതിയ കെ സി അല്ലെങ്കിൽ കെ സി ഡാഷ് എന്ത് വരും? കെ സി ഡാഷ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ 1/kc ആണ് വരിക അല്ലേ? അപ്പോ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 1/kc എപ്പോഴാണ് വരിക? നമ്മൾ ആ റിയാക്ഷനെ റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ അല്ലേ? ഇനി ഞാനിപ്പോ ഈ ഇതിലേക്ക് ഞാൻ ഒരു കോൺസ്റ്റന്റ്, ഒരു n എന്നുള്ള കോൺസ്റ്റന്റ് ആ റിയാക്ഷനിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, അപ്പൊ n എന്നുള്ള ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എന്താണ് വരിക? പുതിയ കെ സി എന്ത് വരും? പുതിയ കെ സി, അതായത് കെ സി ഡാഷ് ഈക്വൽ ടു കെ സി റേസ് ടു n ആണ് വരിക. മനസ്സിലായോ? അപ്പൊ റിയാക്ഷനിലേക്ക് ഞാൻ അതിന്റെ സ്റ്റോയിഷ്യോമെട്രിക് കോഷ്യൻസിനെ എന്ത് ചെയ്യുക? n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കെ സി റേസ് ടു n ആണ് വരിക. മനസ്സിലായോ? ഇനി അടുത്തത്, ഇനി സപ്പോസ് ഞാൻ ഇതിന് പകരം n കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഡിവൈഡഡ് ബൈ ഒരു ഇക്വേഷൻ ഞാൻ n കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്, അല്ലെങ്കിൽ 1/n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണെന്ന് പറയാം. അപ്പൊ ആ കേസിൽ പുതിയ കെ സി എന്ത് വരും? ആദ്യത്തെ കെ സിയുടെ, അതായത് കെ സിയുടെ 1/n ആണ് എന്ത് വരിക? n കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നത്. മനസ്സിലായോ? ഇനി ഇപ്പൊ ഒന്നിലധികം റിയാക്ഷൻസ് ഞാൻ ആഡ് ചെയ്യാണ്. ഓക്കെ, ഒന്നിലധികം റിയാക്ഷൻസ് ഞാൻ ആഡ് ചെയ്യുകയാണെങ്കിൽ പുതിയ കെ സി എന്ത് വരും? പുതിയ കെ സി, അതായത് കെ സി ഡാഷ് ഈക്വൽ ടു കെ സി 1 ഇൻറ്റു കെ സി 2. അതായത് ഒന്നാമത്തെ റിയാക്ഷന്റെ കെ സിയും രണ്ടാമത്തെ റിയാക്ഷന്റെ കെ സിയും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? രണ്ട് റിയാക്ഷൻസ് ആഡ് ചെയ്യുന്ന സമയത്തുള്ള പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കുക, രണ്ടെണ്ണം ആഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് വരിക? ഇവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും നമ്മൾ ആഡ് ചെയ്യേണ്ടത്, അത് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യേണ്ടത്. അത് എത്ര റിയാക്ഷൻ ആഡ് ചെയ്യുന്നത്? ഇനിയിപ്പോൾ 3 ഉണ്ടെങ്കിൽ കെ സി 1 ഇൻറ്റു കെ സി 2 ഇൻറ്റു കെ സി 3 അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഇവിടെ ഈ റിയാക്ഷൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. ഇവിടെ എ പ്ലസ് 2b ഗീവ്സ് 2c ആണ് റിയാക്ഷൻ. അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി തന്നിട്ടുണ്ട് അല്ലേ? ഇനി ഇവിടെ തന്നിട്ടുള്ളത് എന്താ? സി ഗീവ്സ് ബി പ്ലസ് ഹാഫ് ആണ്. അതായത് ഇവിടെ ശരിക്കും നോക്കൂ, ഈ ഫസ്റ്റത്തെ ആ റിയാക്ഷനെ റിവേഴ്സ് ചെയ്തൊക്കെ അല്ലേ? അതായത് തന്നിട്ടുള്ളത്, ഇപ്പൊ ഇത് ഞാൻ റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ 2c ഗീവ്സ് എ പ്ലസ് 2b. അത് ഞാൻ റിവേഴ്സ് ചെയ്തു, ഈ ഫസ്റ്റ് റിയാക്ഷൻ റിവേഴ്സ് ചെയ്യുമ്പോൾ അപ്പൊ അവിടുത്തെ പുതിയ കെ സി എന്ത് വരും? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ത് വരും? ആദ്യത്തേതിന്റെ റെസിപ്രോക്കലാണ് വരിക. അപ്പൊ ഈ കേസിൽ 1/kc ആണ് വരേണ്ടത്. ഇനി നോക്കൂ, ഇവിടെ തന്നിട്ടുള്ളത് എന്താ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തിന്റെയാണ്? സി ഗീവ്സ് ബി പ്ലസ് ഹാഫ് എ ആണ് അല്ലേ? അപ്പൊ ഇവിടെ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഞാൻ എന്ത് ചെയ്യണം? ഇതിനെ ഞാൻ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ത്രൂ ഔട്ട് 1/2 കൊണ്ട് ഒരു കോൺസ്റ്റന്റ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാണ് ആണല്ലോ. അപ്പൊ ത്രൂ ഔട്ട് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സി ഗീവ്സ് ഹാഫ് എ പ്ലസ് ബി എന്നുള്ള റിയാക്ഷൻ കിട്ടുന്നത് അല്ലേ? അപ്പൊ ഇവിടെ നമ്മുടെ ഇതിനെ ഞാൻ നോക്കുക, ഒരു കോൺസ്റ്റന്റ് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഫൈനൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ത് വരും? ആ കിട്ടിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ എന്ത് ചെയ്യുക? അതിന്റെ പവർ ആയിട്ടാണ് അത് വരേണ്ടത്. ഇവിടെ 1/2 മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് 1/kc റേസ് ടു ഹാഫ് ആണ് ഫൈനൽ വരേണ്ട ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ ഇവിടെ ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. അത് നമുക്ക് ഈ റിയാക്ഷന്റെ വരേണ്ടത് എന്താണ്? 1/kc റേസ് ടു
ഹാഫ് ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. KCയുടെ വാല്യൂ എത്രയാണ്? 40 അപ്പൊ 1/40 raised to 1/2 കണ്ടോ? അപ്പൊ ആൻസർ കിട്ടി. ഇതിലേതാണ് ഓപ്ഷൻ? ബി ആണ് നമ്മുടെ ആൻസർ. അടുത്ത് നോക്കൂ. ഒരു രാസപ്രവർത്തനത്തിന്റെ ഡെൽറ്റ എച്ച് ഈക്വൽ ടു 30 കിലോ ജൂൾ പെർ മോൾ ദെൻ ഡെൽറ്റ എസ് ഈക്വൽ ടു 100 ജൂൾ പെർ കെൽവിൻ പെർ മോൾ ആണെങ്കിൽ ആ രാസപ്രവർത്തനം സന്തുലിതാവസ്ഥ പ്രാപിക്കുന്ന ഊഷ്മാവ് എത്രയാണ്? അതിവിടെ നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിച്ച ഒരു കാര്യമാണ്. ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാണ് എങ്കിൽ അവിടെ ഡെൽറ്റ ജി എന്താണ് വരിക? ഗിബ്സ് ഫ്രീ എനർജി. ഡെൽറ്റ ജി 0 ആണ് വരിക. ഡെൽറ്റ ജിയുടെ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് അല്ലേ? അവിടെ ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ എൻതാൽപ്പിയിലെ ചേഞ്ച് ആണ്. ടി എന്നുള്ള ടെമ്പറേച്ചർ, ഡെൽറ്റ എസ് എന്നുള്ളത് എൻട്രോപ്പി ചേഞ്ച്. അപ്പൊ ഇവിടെ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഡെൽറ്റ ജി എന്താ? 0 അല്ലേ? അപ്പൊ ഡെൽറ്റ ജി 0 ആണെങ്കിൽ ആ കേസിൽ നമുക്ക് എന്ത് വരും? ഡെൽറ്റ എച്ച് ഈക്വൽ ടു ടി ഡെൽറ്റ എസ് എന്ന് കിട്ടും അല്ല? അപ്പൊ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ടി ഡെൽറ്റ എസ് എന്ന് വരും. അപ്പൊ ഇക്വിലിബ്രിയം ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ടെമ്പറേച്ചർ കണ്ടുപിടിച്ചുകൂടെ? അതായത് നമുക്ക് കിട്ടിയത് എന്താ? ഡെൽറ്റ എച്ച് ഈക്വൽ ടു ടി ഡെൽറ്റ എസ് ആണ്. അതിൽ നിന്ന് ടി കണ്ടുപിടിക്കാം. അപ്പൊ ടി ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എസ് ചെയ്താൽ അവിടുത്തെ ഇക്വിലിബ്രിയത്തിലുള്ള ടെമ്പറേച്ചർ കിട്ടും. അപ്പൊ ഇതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു നോക്കൂ. അപ്പൊ ടി ഈക്വൽ ടു ഡെൽറ്റ എച്ചിന്റെ വാല്യൂ എത്രയാണ്? 30 കിലോ ജൂൾ ആണ്. അപ്പൊ 30 ഇൻറ്റു കിലോ എന്ന് പറയുമ്പോൾ 1000 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എസ് നോക്കൂ. ഡെൽറ്റ എസ് 100 ജൂൾ ആണ്. അവിടെ യൂണിറ്റ് കറക്റ്റ് നോക്കുക, അല്ലെങ്കിൽ തെറ്റിപ്പോവും. 100 ജൂൾ ആണ്. അപ്പൊ 100 ഇട്ടു. ഇനി എന്ത് ചെയ്യാ? വെട്ടിക്കളയാം. 100ഉം 1000-ൽ 2 പൂജ്യം വെട്ടി. ബാക്കി കിട്ടുക എത്രയാണ്? 300 കെൽവിൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അപ്പൊ ചെയ്യേണ്ട എന്താണ്? ഇക്വിലിബ്രിയത്തിൽ ഡെൽറ്റ ജി 0 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ടി ഡെൽറ്റ എസ് എന്ന് എഴുതാം. അതിൽ നിന്ന് ടെമ്പറേച്ചർ കണ്ടുപിടിക്കേണ്ടത്. സോ ടി ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ കിട്ടിയ എത്രയാണ്? 300 കെൽവിനിലാണ് ആ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാവുന്നത്. ഇതും HSന്റെ ചോദ്യമാണ്. നോക്കൂ, നമ്മൾ നേരത്തെ ചെയ്ത അതേപോലത്തെ ഒരു റിയാക്ഷൻ ആണ്. KC കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് H2 + I2 gives 2HI. അപ്പൊ എന്ന രാസപ്രവർത്തനത്തിൽ KC 49 ആണെങ്കിൽ, എന്നിട്ട് ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് HI gives half H2 + half I2 എന്ന രാസപ്രവർത്തനത്തിന്റെ KC എത്രയായിരിക്കും? അപ്പൊ KC ഡാഷ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? KC + I2 gives 2HI. ഈ റിയാക്ഷനെ റിവേഴ്സ് ചെയ്തിട്ടുള്ളതല്ലേ ഇത്? ആണ്. അപ്പൊ ഇവിടെ റിവേഴ്സ് ചെയ്യുക. ഇപ്പൊ ഫസ്റ്റ് റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 2HI gives H2 + I2 ആണല്ലോ. അപ്പൊ റിവേഴ്സ് ചെയ്യുമ്പോൾ ഇവിടെ KC ആണെങ്കിൽ റിവേഴ്സ് ചെയ്യുമ്പോൾ അതിന്റെ പുതിയ KC എന്ത് വരും? അതിന്റെ റെസിപ്രോക്കലാണ്. അപ്പം വരേണ്ടത് എന്താണ്? 1/49 അല്ലേ? ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2HIന്റെ ആണോ? അല്ല. ഇവിടെ നോക്കൂ, ഇത് കിട്ടിയത് എങ്ങനെയാണ്? ഇതിനെ ത്രൂ ഔട്ട് ഞാൻ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കല്ലേ? ആണ്. ഞാൻ ത്രൂ ഔട്ട് ഈ റിയാക്ഷനെ മൊത്തത്തിൽ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുക? HI ഇൻറ്റു ഇവിടെ HI gives H2 അല്ലേ? ഇവിടെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഹാഫ് H2 വരും. ഇവിടെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഹാഫ് I2 എന്ന് വരും അല്ലേ? അപ്പൊ ഇവിടെ മൊത്തത്തിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു കോൺസ്റ്റന്റ് ഹാഫ് എന്നുള്ള ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താണ് വരേണ്ടത്? ഇപ്പൊ KC ആണെങ്കിൽ KC raised to n ആണ് വരേണ്ടത്. അപ്പൊ ഇവിടെ KC എത്രയാണ്? 1/49 ആണ്. അപ്പൊ അതിനെ ഞാൻ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/49 raised to 1/2 എന്ന് വരും. 49ന്റെ റൂട്ട് അല്ലേ? അപ്പം അതെന്ത് വരും? 1/7 എന്നാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇവിടെ പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 1/7 ആണ്. അപ്പം റിപ്പീറ്റ് ചെയ്തുകൊണ്ട്, അപ്പം വാല്യൂസ് ഒക്കെ മാറിയിട്ടേ ഉള്ളൂ, മെത്തേഡൊക്കെ സെയിം തന്നെയാണ്. അടുത്തത് ഇത് കഴിഞ്ഞ ഈ വർഷം നടന്ന HSIയിലെ ചോദ്യമാണ്.
താഴെ പറയുന്നവയിൽ കെ പി ഈക്വൽ ടു കെ സി എന്ന സമവാക്യം ബാധകമാകുന്ന സന്തുലിതാവസ്ഥ ഏതാണ്? അപ്പൊ കെ പിയും കെ സിയും തമ്മിൽ ഉള്ള റിലേഷൻ നമുക്ക് ആദ്യം അറിഞ്ഞു വെക്കണം. എന്താ റിലേഷൻ പറയൂ? പാർഷ്യൽ പ്രഷറിന്റെ ടേംസിലുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ പി ഈക്വൽ ടു എങ്ങനെയായിട്ട് എഴുതാം? കെ പി ഈക്വൽ ടു കെ സി ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. ഇതിൽ കെ സി എന്നുള്ളത് കോൺസെൻട്രേഷൻ ടേംസിൽ എഴുതുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. ആർ എന്നുള്ളത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ടി ടെമ്പറേച്ചർ, ഡെൽറ്റ എൻ എന്നുള്ളത് നമ്പർ ഓഫ് മോൾസിന്റെ ഡിഫറൻസ് ആണ് അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഡെൽറ്റ എൻ ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ വേണ്ടത്? കെ പി ഈക്വൽ ടു കെ സി ആണ്. അപ്പൊ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെൽറ്റന്റെ വാല്യൂ എത്ര ആയാലാണ് കെ പി ഈക്വൽ ടു കെ സി ആവുക? ഡെൽറ്റന്റെ വാല്യൂ, അതായത് ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് എന്ത് വരണം? ഡെൽറ്റന്റെ വാല്യൂ 0 വന്നാലാണ് കെ പി ഈക്വൽ ടു കെ സി ആവുക അല്ലേ? അപ്പൊ ഇവിടുത്തെ നമ്പർ ഓഫ് മോൾസ് കാണാൻ, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ നമ്പർ ഓഫ് മോൾസ് കാണുമ്പോൾ ഗ്യാസിന്റെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്പർ ഓഫ് മോൾസ് കാണേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ ഈ റിയാക്ഷനിൽ ഇപ്പൊ സോളിഡ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ സോളിഡ് ലിക്വിഡ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? അതിന് നമ്പർ ഓഫ് മോൾസ് നമ്മൾ കൂട്ടാൻ പാടില്ല. നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? ഇവിടുത്തെ ഡെൽറ്റ എന്നുള്ളത് എന്താണ്? ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ആണ്. ഓക്കെ, അപ്പൊ ഗ്യാഷ്യസ് പ്രൊഡക്റ്റിന്റെയാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ ഡെൽറ്റ എന്നെ നോക്കൂ. ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൽറ്റ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റ് ആണല്ലോ. അപ്പൊ നമുക്ക് ഓരോന്നിലും നോക്കാം. ഡെൽറ്റന്റെ വാല്യൂ 0 വരുന്ന കേസിലാണ് കെ പിയും കെ സിയും ഈക്വൽ ആയിട്ട് വരേണ്ടത് അല്ലേ? അത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കേസിൽ എയിൽ എന്താ വരിക? PCl5 gives PCl3 plus Cl2. ആദ്യം നോക്കേണ്ടത് എന്താ? അതെല്ലാം ഗ്യാസ് ആണ് നോക്കുക. ഗ്യാസ് തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ ഈ കേസിൽ നമുക്ക് ഡെൽറ്റനെ കണ്ടുപിടിച്ച് നോക്കാം. എന്താണ് വരിക? പ്രൊഡക്റ്റിന്റെ നോക്കുകയാണെങ്കിൽ 1+1 മൈനസ് PCl റിയാക്ടന്റ് അവിടെ ഒന്നേ ഉള്ളൂ. അപ്പൊ 2 - 1 പറഞ്ഞാൽ 1 ആണ് ഇവിടെ വരുന്ന ഡെൽറ്റന്റെ വാല്യൂ. അപ്പൊ അത് കിട്ടുമോ? ഇല്ല. അപ്പൊ ഈ ഒരു റിലേഷൻ കിട്ടില്ല. അപ്പൊ ഒന്നാമത്തെ അല്ല. ഇനി രണ്ടാമത്തെ നോക്കൂ, ബിയുടെ ഡെൽറ്റനെ കണ്ടുപിടിച്ചാൽ ഇവിടെ 3H2 plus N2 gives 2NH3. നമ്മുടെ ഹേബർ പ്രോസസ് ആണ്. അവിടെ ഡെൽറ്റന് -2 ആണെന്ന് അറിയാം. ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഡെൽറ്റന് പറഞ്ഞാൽ പ്രൊഡക്റ്റിന്റെ നമ്പർ ഓഫ് മോൾസ് 2 ആണ്, അതേ മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റ്. അപ്പൊ ഇവിടെ 3 1 4 ആണ് വരുന്നത്. 2 - 4 അതായത് -2 ആണ് ഇവിടെ വരുന്ന ഡെൽറ്റന്. അപ്പം ഇവിടെ നമുക്ക് കിട്ടുമോ? ഇല്ല. കെ പിയും കെ സിയും ഈക്വലായിട്ട് വരില്ല. ഇപ്പൊ എയും അല്ല ബിയും അല്ല. ഇനി സി നോക്കൂ. സി നോക്കുകയാണെങ്കിൽ ഇത് മൂന്നും ഗ്യാസ് തന്നെയാണ്. ഇവിടെയും നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ? പ്രൊഡക്റ്റിന്റെ നമ്പർ ഓഫ് മോൾസ് 2 ആണ് വരിക, മൈനസ് റിയാക്ടന്റേത് 1 ആണ്. 2 - 1 ദാറ്റ് ഈസ് 1. അപ്പൊ അവിടെയും ഡെൽറ്റന്റെ വാല്യൂ എന്താ? 1 ആണ്. അപ്പൊ ആൻസർ അല്ല. നമുക്ക് വേണ്ട കറക്റ്റ് ആൻസർ അപ്പൊ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും. നമുക്ക് ചെയ്ത് നോക്കാം. ഇതിൽ H2 plus I2 gives 2HI. എല്ലാതും ഗ്യാസ് ആണ്. അപ്പൊ ഇവിടെ പ്രൊഡക്റ്റിന്റെ വാല്യൂ നമ്പർ ഓഫ് മോൾസ് 2 ആണ്. റിയാക്ടന്റെ വാല്യൂസ് എത്ര വരുന്നത്? 1+1 അതായത് 2. അപ്പൊ 2 - 2 gives 0. അപ്പൊ ഇവിടെ ഡെൽറ്റന്റെ വാല്യൂ നാലാമത്തെ റിയാക്ഷന്റെ കേസിൽ എന്താണ്? 0 ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? Kp ഈക്വൽ ടു Kc ഇൻറ്റു RT റൈസ് ടു 0 എന്നാണ് വരിക. അതായത് ആ ഒരു സാധനത്തിന്റെ റൈസ് ടു 0 പറഞ്ഞാൽ എന്താ? 1 ആണല്ലോ. അപ്പൊ Kp ഈക്വൽ ടു Kc എപ്പോ? ഡെൽറ്റന്റെ വാല്യൂ 0 വരുമ്പോ. ഈ ഒരൊറ്റ കാര്യമാണ് നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ടത്. Kp ഈക്വൽ ടു Kc. പിന്നെ Kpയുടെയും Kcയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. Kpയുടെ ഇക്വേഷൻ എങ്ങനെ വരും? ഇപ്പൊ ജനറലി നേരത്തെ പറഞ്ഞ AA പ്ലസ് BB gives CC പ്ലസ് DD. ഇതാണ് നമ്മുടെ റിയാക്ഷൻ എങ്കിൽ Kp ഇവിടുത്തെ പാർഷ്യൽ പ്രഷറിന്റെ ടേംസിലുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kp നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സിമ്പിൾ ആണ്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഈ എയുടെ പാർഷ്യൽ പ്രഷർ അതായത് PA, അതിന്റെ എന്താ ചെയ്യുക? കോഷ്യന്റ് കൊണ്ട് എന്ത് ചെയ്യണം? അതിന്റെ പവർ കാണണം. ഓക്കെ, അത് ആദ്യം പ്രൊഡക്റ്റിന്റെയാണ് ആദ്യം എഴുതേണ്ടത്. ഓക്കെ, അതായത് P ഓഫ് C, പാർഷ്യൽ പ്രഷർ ഓഫ് C റേസ് ടു C ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് D റേസ് ടു D.
divided by partial pressure of A raised to A into partial pressure of B raised to B. ഇതില് എ ബി സി ഡി സ്മോൾ ലെറ്റർ എ ബി സി ഡി എന്താണ്? അടുത്ത സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻസ് ആണ്. ദെൻ പി സി പി ഡി പി എ പി ബി ഒക്കെ എന്താണ്? ഓരോന്നിന്റെ റിയാക്ടന്റെയും പ്രൊഡക്റ്റിന്റെ ഒക്കെ പാർഷ്യൽ പ്രഷേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കേണ്ടത്. ഇനി നമ്മൾ നേരത്തെ കേസ് നമ്മൾ പറഞ്ഞതാണ്, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, കോൺസെൻട്രേഷൻ കൊണ്ട് ചെയ്താൽ മതിയാവും. അടുത്തത് നോക്കൂ, ചുവടെ പറയുന്നവയിൽ രാസപ്രവർത്തനത്തിലെ സമതുല്യത സ്ഥിരാങ്കത്തിന്റെ മൂല്യത്തെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ്? അപ്പൊ ഇവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ ബാധിക്കുന്ന ഫാക്ടർ ഏതാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ പറയുന്നത് എ താപത്തിൽ വരുന്ന മാറ്റം ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ശരിയാണോ? രണ്ടാമത്തത് നോക്കൂ, മർദ്ദത്തിന്റെ സാന്നിധ്യം ഡി പറയുന്നത്. ശരിക്കും എന്താണ്, കേസിനെ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? കേസിനെ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ഓർത്ത് വെക്കുക, നമ്മള് വാൻ ഹോഫ് ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. വാൻ ഹോഫ് ഇക്വേഷൻ എന്താ? വാൻ ഹോഫ് ഇക്വേഷൻ പ്രകാരം നമ്മൾ അവിടെ പഠിക്കുന്നതാണ് ഡി ഡെറിവേറ്റീവ് ഓഫ് ലോഗ് കെ അല്ലെ. ഇവിടെ കെ എന്നുള്ളത് എന്താണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഡി ലോഗ് കെ ഡിവൈഡഡ് ബൈ ഡി ടി ഈക്വൽ ടു ഡെൽറ്റ എച്ച് 0 ഡിവൈഡഡ് ബൈ ആർ ടി സ്ക്വയർ. ഇതാണ് വാൻ ഹോഫ് ഇക്വേഷൻ വരുന്നത്. അത് ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്താണ്, ഇവിടെ കെനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ശരിക്കും ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡെൽറ്റ എച്ച് 0 പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ആണ്. ആർ എന്നുള്ളത് ഗ്യാസ് കോൺസ്റ്റന്റ്, ദെൻ ടി ടെമ്പറേച്ചർ. അപ്പൊ ഇതാണ് വാൻ ഹോഫ് ഇക്വേഷൻ. അപ്പൊ വാൻ ഹോഫ് ഇക്വേഷൻ പ്രകാരം നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടർ ആരാണ്? ടെമ്പറേച്ചർ ആണ് അല്ലെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു റിയാക്ഷനിൽ ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ടെമ്പറേച്ചർ, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം വേറെ ഇപ്പൊ പറയുന്നത് എന്താ, പ്രഷർ ആവട്ടെ, അതുപോലെ കാറ്റലിസ്റ്റ്, ദെൻ കോൺസെൻട്രേഷൻ, ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ മാറിപ്പോയത്. ലേഷാർലെ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ചേഞ്ച് അല്ല, ഇക്വിലിബ്രിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചിന്റെ കാര്യമാണ് ലേഷാർലെ പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ആ കേസിൽ എന്താണ്, കോൺസെൻട്രേഷനും അതുപോലെ പ്രഷർ ടെമ്പറേച്ചറിന്റെ ചേഞ്ച് ഒക്കെ വരുന്നുണ്ട്. അതേസമയം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? ടെമ്പറേച്ചർ മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രഷറോ ദെൻ കാറ്റലിസ്റ്റിന്റെ സാന്നിധ്യമോ അല്ലെങ്കിൽ കോൺസെൻട്രേഷനോ എന്തിനും ബാധിക്കുന്നില്ല, നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ ബാധിക്കുന്നില്ല. അപ്പോ ഇവിടെ നോക്കേണ്ടത് എന്താണ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഘടകം ഏതാണ് ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ PSC ആദ്യം പ്രൊവിഷനിൽ വന്നപ്പം ടെമ്പറേച്ചറിന്റെ ചേഞ്ച് ആണ് കറക്റ്റായി കൊടുത്തിരുന്നത്. പിന്നെ ഫൈനൽ കീ വന്നപ്പോൾ അതെന്ത് ചെയ്തു, മുകളിൽ പറഞ്ഞതൊന്നുമല്ല എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഡി കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും വാൻ ഹോഫ് ഇക്വേഷൻ പ്രകാരം നിങ്ങൾ അത് ആലോചിച്ച് നോക്കുക. വാൻ ഹോഫ് ഇക്വേഷൻ പ്രകാരം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിനെ ബാധിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ PSC നമുക്ക് ഈ കേസിൽ ഇവിടെ ആൻസർ വന്നിട്ടുള്ളത് ഇവിടെ ടെമ്പറേച്ചറിലെ ചേഞ്ച്, അതുപോലെ മർദ്ദത്തിലെ ചേഞ്ച്, ദെൻ കാറ്റലിസ്റ്റിന്റെ പ്രസൻസ്, ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒന്ന് ഓർത്ത് വെക്കുക, ശരിക്ക് എന്താണ്, ടെമ്പറേച്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ബാക്കി പറഞ്ഞ പ്രഷർ, കോൺസെൻട്രേഷൻ, കാറ്റലിസ്റ്റ്, ഇതൊന്നും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇത് ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വാൻ ഹോഫ് ഇക്വേഷൻ പ്രകാരം നമുക്കൊരു കാര്യം പറയാൻ പറ്റും. അതായത് നമ്മുടെ ആ ഡെൽറ്റ എച്ച് 0 പോസിറ്റീവ് ആണെങ്കിൽ, ഡെൽറ്റ എച്ച് 0 പോസിറ്റീവ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള ടേം എന്തായി മാറും? ഡി ഡെറിവേറ്റീവ് ഓഫ് ലോഗ് കെ ബൈ ഡി ടി എന്തായി മാറും? പോസിറ്റീവ് ആയിട്ട് മാറും അല്ലെ. അതിനർത്ഥം എന്താ, നമ്മൾ ആ കേസിൽ ഡെൽറ്റ എച്ച് 0 പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ കെയും സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതായത് പ്രൊഡക്റ്റ് അപ്പോ പറഞ്ഞു വന്നത് ഡെൽറ്റ എച്ച് 0 പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ
ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ്, ടി ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ഇൻക്രീസ് ചെയ്യും. അതായത് പ്രൊഡക്റ്റ് ഫേവർ ചെയ്യും. മനസ്സിലായോ? ഇനി അതേസമയം ഡെൽറ്റ എച്ച് സീറോ നെഗറ്റീവ് ആണെങ്കിൽ, റിയാക്ഷന് ഡെൽറ്റ എച്ച് സീറോ നെഗറ്റീവ് ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് അപ്പോൾ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ഡി ലോഗ് കെ ബൈ ഡി ടി എന്തായി മാറും? അത് നെഗറ്റീവ് ആയിട്ട് മാറും. അതിനർത്ഥം എന്താ? നമ്മൾ ഇനി ആ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ കെ എന്തായി മാറും? കെ കുറയാണ് ചെയ്യുക, കെ ഡിക്രീസ് ആവും. കെ ഡിക്രീസ് ആവാൻ മീൻസ് അവിടെ ഫേവർ ചെയ്യുന്ന എന്താണ്? റിയാക്ടന്റിനെ ആയിരിക്കും ഫേവർ ചെയ്യുക. മനസ്സിലായോ? അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. അടുത്തത്, ഫോർ ദ റിയാക്ഷൻ CO2 പ്ലസ് H2 ഗീവ്സ് CO പ്ലസ് H2O, ഇൻക്രീസ് ഓഫ് പ്രഷർ വിൽ. ഇപ്പൊ റിയാക്ഷൻ തന്നു, എന്നിട്ട് ഇവിടെ പ്രഷർ നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എ പറയുന്നത് ഹാവ് നോ എഫക്ട് ഓൺ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന് ശരിക്കും നോക്കൂ, ഹാവ് നോ എഫക്ട് ഓൺ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇവിടെ നമുക്ക് ഇൻക്രീസ് ഇൻ പ്രഷർ, അപ്പോൾ ഒരു റിയാക്ഷനിൽ നമ്മൾ ഈ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ പ്രഷറിലെ ചേഞ്ച് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ കറക്റ്റ് ആണ്, ഹാവ് നോ എഫക്ട് ഓൺ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അതിന് ഇതിന് പകരം ഇവിടെ കോൺസെൻട്രേഷനിൽ ഇൻക്രീസ് എന്ന് പറഞ്ഞാലും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? മാറ്റം വരുന്നില്ല. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. പിന്നെ ബാക്കി എന്താ പറയാ, ബി നോക്കൂ, ഡിക്രീസ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണോ? അല്ല. സി പറയുന്നത് ഫേവർ ഫോർവേഡ് റിയാക്ഷൻ. ഇത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഇല്ല, നമ്മൾ ലെ ഷാർട്ട്ലെ പ്രിൻസിപ്പിൾ പ്രകാരം ഇക്വിലിബ്രിയത്തിനെ അല്ലെങ്കിൽ ഇവിടെ എന്താണ് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അവിടെ എന്ത് നടക്കണം? ഫോർവേഡ് റിയാക്ഷൻ ഫേവർ ചെയ്യണം, അല്ലെങ്കിൽ റിവേഴ്സ് റിയാക്ഷൻ ഫേവർ ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ പറയുന്നത് ഫേവർ ഫോർവേഡ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ അത് നോക്കാം. അപ്പോൾ റിയാക്ഷനെ ഫേവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രഷർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ ചേഞ്ച് നമ്പർ ഓഫ് മോൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇല്ലേ? അപ്പം ഡെൽറ്റ എൻ ഇവിടെ ഈ കേസിൽ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ, റൈറ്റിൽ നോക്കുകയാണെങ്കിൽ പ്രൊഡക്റ്റിന്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ് വരുന്നത്? 2 ആണ് വരുന്നത്. അപ്പൊ 2 മൈനസ് ലെഫ്റ്റ് സൈഡിൽ എത്രയാണ് വരുന്നത്? അതും 2 ആണ് വരുന്നത്. ഇവിടെ 2 - 2 പറഞ്ഞാൽ 0. അതായത് ഇവിടെ നമ്പർ ഓഫ് മോൾസിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഇല്ല. നമുക്കറിയാം ഒരു റിയാക്ഷനിൽ അല്ലെങ്കിൽ ലെ ഷാർട്ട്ലെ പ്രിൻസിപ്പിൾ പ്രകാരം അവിടെ നമ്പർ ഓഫ് മോൾസിൽ ചേഞ്ച് ഉണ്ടായാലാണ് പ്രഷറിനെ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പൊ ഇവിടെ നോക്കുക, അവിടെ നമ്പർ ഓഫ് മോൾസിൽ ചേഞ്ച് ഉണ്ടോ? എന്റെ റിയാക്ഷനിൽ ഡെൽറ്റ എൻ 0 ആണ്. അവിടെ ഡെൽറ്റ എൻ 0 ആയതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് പ്രഷറിന് ഒരു ഡിപ്പെൻഡൻസും വരുന്നില്ല. അപ്പൊ ഇതെന്ത് ഫോർവേഡ് റിയാക്ഷനോ അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷനോ ഇത് ഫേവർ ചെയ്യുന്നില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് സിയും ഡിയും തെറ്റായി പോയത്. ബിയും തെറ്റാൻ കാരണം എന്താണ്? പ്രഷർ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ ഇൻക്രീസോ ഡിക്രീസോ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് അത് തെറ്റിയത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? ചേഞ്ച് ഇൻ അല്ലെങ്കിൽ ഇൻക്രീസ് ഓഫ് പ്രഷർ വിൽ ഹാവ് നോ എഫക്ട് ഓൺ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അടുത്ത നോക്കൂ, എ ചേഞ്ച് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് വിൽ ഷിഫ്റ്റ് ദ പൊസിഷൻ ഓഫ് ഇക്വിലിബ്രിയം ഇൻ എ റിയാക്ഷൻ. ഇത് എന്താ പറയുന്നത്? നമ്മൾ തന്നിരിക്കുന്ന ഫാക്ടേഴ്സിൽ ഇക്വിലിബ്രിയം പൊസിഷനെ ചേഞ്ച് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതെല്ലാമാണ്? ടെമ്പറേച്ചർ, കോൺസെൻട്രേഷൻ, പ്രഷർ, ഓൾ ഓഫ് ദ എബോ. അപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇത് മൂന്നും, ടെമ്പറേച്ചറും പ്രഷറും കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇക്വിലിബ്രിയത്തിനെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ സോ തന്നിരിക്കുന്നതിൽ എല്ലാതും ആൻസർ ആണ്. ഇത് ഓർത്ത് വെക്കുക, ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ, പ്രഷർ, കോൺസെൻട്രേഷൻ. ഓക്കെ. പിന്നെ ഡിപ്പെൻഡ് ചെയ്യാത്തത് ഏതാണ്? ഡിപ്പെൻഡ് ചെയ്യാത്തത് കാറ്റലിസ്റ്റിന്റെ പ്രസൻസ് ആണ്. ഇത് ഓക്കെ അല്ലേ? അത് നിങ്ങൾക്ക് ഈ ലെ ഷാർട്ട്ലെ പ്രിൻസിപ്പിൾ ഇത് വെച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്നെങ്കിൽ എന്താ ചെയ്യുക, പഠിക്കാന് ഫോർവേഡ് റിയാക്ഷന്റെ മാത്രം പഠിച്ചാൽ അത് വെച്ചിട്ട് ബാക്കി കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ ഹേബർ പ്രോസസ് ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു റിയാക്ഷന്റെ കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചാൽ ബാക്കി അത് വെച്ച് ബാക്കി ഏത് റിയാക്ഷൻ ചോദിച്ചാലും അത് വെച്ച് കമ്പയർ ചെയ്താൽ മതി. അത് നോക്കാം. നമ്മുടെ ഹേബർ പ്രോസസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഹേബർ പ്രോസസ് പ്രകാരം ഇക്വേഷൻ എന്താ വരിക? N2 പ്ലസ് 3H2 gives 2NH3.
പിന്നെ ഇതെല്ലാം എന്താണ്? ഗേഷ്യസ് ഫോമിലാണ് അല്ലേ? അപ്പൊ ഇങ്ങനൊരു കാര്യം, രണ്ട് ടൈപ്പ് ഇക്വിലിബ്രിയം ഉണ്ട്. ഹോമോജീനസ് ഇക്വിലിബ്രിയം ഉണ്ട്, ഹെട്രോജീനസ് ഇക്വിലിബ്രിയം ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കുക, ഇതെന്താണ്? ഈ ഹേബർ പ്രോസസ് ഒരു ഹോമോജീനസ് ഇക്വിലിബ്രിയം ആണ് അല്ലേ? ഇവിടെ റിയാക്റ്റന്റും പ്രൊഡക്റ്റും എല്ലാം എന്താണ്? ഒരേ ഫേസിലാണ്. അതായത് ഇപ്പൊ ഇവിടെ എന്താ? എല്ലാം ഗ്യാസ് ആണ്. അതേസമയം ഇനി എന്ത്? ഇപ്പൊ റിയാക്റ്റന്റ് ചിലത് ചിലപ്പോൾ എന്ത് വരാം? സോളിഡ് ഫോം വരാം. അപ്പൊ സോളിഡോ ലിക്വിഡോ ഒക്കെ വരികയാണെങ്കിൽ അവിടെ എന്താണ്? അപ്പൊ അങ്ങനെ ഒരു റിയാക്ഷനിൽ റിയാക്റ്റന്റോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിലോ മിക്സർ ആയിട്ട് വരികയാണെങ്കിൽ, സോളിഡോ ലിക്വിഡോ അല്ലെങ്കിൽ അക്വസ് ഫോമിലൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ അതിനെ വിളിക്കുന്ന പേരാണ് ഹെട്രോജീനസ് ഇക്വിലിബ്രിയം. ഹോമോജീനസ് ആണെങ്കിൽ അതിലെ എല്ലാ റിയാക്റ്റന്റുകളും പ്രൊഡക്റ്റുകളും എന്താ? എല്ലാം ഒരേ ഫേസിലായിരിക്കും. അല്ലെങ്കിൽ എല്ലാം ഗ്യാഷ്യസ് ഫോമിലായിരിക്കും, അല്ലെങ്കിൽ എല്ലാം അക്വസ് ഫോമിലാവാം, അല്ലെങ്കിൽ എല്ലാം സോളിഡ് ഫോമിലാവാം. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഈ തന്നിരിക്കുന്ന ഹെയർ പ്രോസസ് എന്താണ്? ഒരു ഹോമോജീനസ് ഇക്വിലിബ്രിയത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഹെട്രോജീനസിന്റെ എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നോക്കാം, കാൽഷ്യം കാർബണേറ്റിന്റെ കേസ്. കാൽഷ്യം കാർബണേറ്റ് എന്താ? സോളിഡ് ആണല്ലോ. അത് കാൽഷ്യം ഓക്സൈഡ് ആയിട്ട് മാറും. അതെന്താണ്? സോളിഡ് ആണ്. പ്ലസ് CO2 ഗ്യാസ്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താ? റിയാക്റ്റന്റ് സോളിഡ് ആണ്, അതേസമയം പ്രൊഡക്റ്റിൽ ഒരാൾ സോളിഡ് ആണ്, മറ്റാൾ ഗ്യാസ് ആണ്. അപ്പൊ ഇതെന്താണ്? ഇത് ഹെട്രോജീനസ് ഇക്വിലിബ്രിയത്തിന് എക്സാമ്പിൾ ആണ്. ഇതെന്താണ്? ഇത് ഹോമോജീനസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഹെട്രോജീനസ് ആകുമ്പോൾ നമുക്കറിയാം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC നമ്മൾ എഴുതുമ്പോൾ അവിടെ എന്ത് പരിഗണിക്കാറില്ല? സോളിഡിനെയും അതുപോലെ പ്യുവർ സോളിഡിനെയും അതുപോലെ പ്യുവർ ലിക്വിഡിനെയും നമ്മൾ പരിഗണിക്കാറില്ല. ഗ്യാഷ്യസ് ഫോം അതുപോലെ അക്വസ് ഫോമിന് മാത്രമേ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KCയിൽ എഴുതാറുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ റിയാക്ഷനിൽ, ഇപ്പൊ രണ്ടാമത്തെ റിയാക്ഷനിൽ ഞാൻ KC എഴുതുമ്പോൾ എന്താണ് വരിക? രണ്ടാമത്തെ റിയാക്ഷനിൽ KC എന്ത് വരും? കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആണ്. അപ്പൊ ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് വരുമ്പം ഇവിടെ ഗ്യാഷ്യസ് ഫോമിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാണ്? CO2 അല്ലേ? ബാക്കി ഇതിനെ എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റില്ല. കാരണം എന്താ? നമ്മൾ അതിനെ കൺസിഡർ ചെയ്യാറില്ല ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൽ. അതുപോലെ ഇനി റിയാക്ടന്റെ കേസിലാണെങ്കിൽ ഇവിടെ സോളിഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെ നമ്മൾ പരിഗണിക്കോ? ഇല്ല. അപ്പൊ ഈ റിയാക്ഷനിൽ KCയിൽ എന്ത് മാത്രമേ വരുന്നുള്ളൂ? കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ മാത്രമേ അതിൽ വരുന്നുള്ളൂ. ഇതേപോലെ തന്നെ വേറെ എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ലെഡിന്റെ കാർബണേറ്റ് PbCO3 അത് എന്ത് ഫോമിലാ? സോളിഡ് ഫോമിലാണ്. അത് ഗീവ്സ് PbO, അത് സോളിഡ് ഫോമിലാണ്, പ്ലസ് CO2. അപ്പൊ ഈ കേസിലാണെങ്കിൽ ഇതെന്താണെന്നും ഒരു ഹെട്രോജീനസ് ഇക്വേഷന് അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ കേസിലാണെങ്കിലും ഇവിടുത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC പറഞ്ഞാൽ എന്തേ വരുള്ളൂ? CO2ന്റെ മാത്രമേ വരുള്ളൂ. അല്ലാതെ സോളിഡോ അല്ലെങ്കിൽ ലിക്വിഡോ ഒക്കെ വരികയാണെങ്കിൽ അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ലേഷർലി പ്രിൻസിപ്പിളിന്റെ കാര്യമാണ്. നോക്കൂ, ഹേബർ പ്രോസസ്സിൽ N2 പ്ലസ് 3H2 ഗീവ്സ് 2NH3. ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ ഗ്യാസ്. അപ്പോ ഇവിടെ നോക്കാം, കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻസ് എന്താ വരുന്നത്? നോക്കൂ, ഇവിടെ ഞാൻ റിയാക്റ്റന്റ് ആയിട്ടുള്ള നൈട്രജൻ അതുപോലെ ഹൈഡ്രജൻ ഇതിന്റെയൊക്കെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എനിക്ക് കൂടുതൽ അമോണിയ കിട്ടും. അതായത് ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ ആണ് ഫേവർ ചെയ്യുക. അപ്പൊ ഫോർവേഡ് റിയാക്ഷന്റെ കാര്യം ഞാൻ ഇവിടെ പറയുന്നത്, ഫോർവേഡ് റിയാക്ഷൻ ഫേവർ ചെയ്യുന്ന കാര്യങ്ങൾ ഹേബർ പ്രോസസ്സിൽ വരുന്ന എന്താണ്? N2ന്റെയോ അതുപോലെ H2ന്റെ ഒക്കെ കോൺസെൻട്രേഷൻ ഞാൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് നടക്കും? ഫോർവേഡ് റിയാക്ഷൻ ആണ് കൂടുതൽ നടക്കുക. മനസ്സിലായി? അതായത് അമോണിയയുടെ പ്രൊഡക്ഷൻ കൂടുതൽ നടക്കും. ഇനി പ്രഷറിന്റെ ഡിപ്പെൻഡൻസ് നോക്കൂ. പ്രഷറിന്റെ ഡിപ്പെൻഡൻസ് നമുക്കറിയാം, നമ്പർ ഓഫ് മോൾസ് എവിടെയാണോ കുറവുള്ളത് അങ്ങോട്ടായിരിക്കും റിയാക്ഷൻ നടക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ റിയാക്ടന്റ് നമ്പർ ഓഫ് മോൾസ് എത്രയാണ് വരുന്നത്? ലെഫ്റ്റ് സൈഡിൽ 1+3 4 വരുന്നത്. റൈറ്റ് സൈഡിൽ നമ്പർ ഓഫ് മോൾസ് 2 വരുന്നത്. അപ്പൊ ഞാനിവിടെ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ എന്ത് നടക്കും? ഇവിടെ നമ്പർ ഓഫ് മോൾസ് കുറവുള്ളത് റിയാക്ടന്റിലല്ലേ, സോറി പ്രൊഡക്റ്റിലല്ലേ. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ അമോണിയ കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ എന്താ പറയാ പ്രൊഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ റിയാക്ഷനിൽ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ കൂടുതൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കും. അപ്പൊ അമോണിയന്റെ ഹേബർ പ്രോസസ്സിൽ നമ്മൾ പ്രഷർ എന്ത് ചെയ്യണം? പ്രഷർ ഇൻക്രീസ് ചെയ്യണം. ഇപ്പൊ റീസൺ മനസ്സിലായല്ലോ. കാരണം എന്താ? ഇവിടെ നോക്കുകയാണെങ്കിൽ
റിയാക്ടിന്റെ നമ്പർ ഓഫ് മോൾസ് 4 വരുന്നത്. പ്രൊഡക്റ്റിന്റെ എത്രയേ വരുന്നുള്ളൂ? 2 മോളെ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ലേഷർട്ടിലെ പ്രിൻസിപ്പിൾ പ്രകാരം നമ്പർ ഓഫ് മോൾസ് കുറവുള്ള ഭാഗത്തേക്കായിരിക്കും പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റിയാക്ഷൻ നടക്കുക. അതുകൊണ്ട് തന്നെ പ്രഷർ ഞാൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ കേസിൽ എന്താ സംഭവിക്കുക? ഫോർവേഡ് റിയാക്ഷൻ ആണ് ഫേവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതൽ അമോണിയം പ്രൊഡ്യൂസ് ആവും. ഇത് ഓക്കെ അല്ലേ? ഇനി ടെമ്പറേച്ചറിന്റെ കേസ് നോക്കൂ. ടെമ്പറേച്ചറിന്റെ കേസ് ആണെങ്കിൽ ഇവിടെ ഹേബർ പ്രോസസ് എന്താണ്? ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഓക്കെ, അതായത് ഇവിടെ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് ആണ് വരിക. അപ്പൊ എക്സോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു, എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ ഏത് റിയാക്ഷൻ ആണ് ഫേവർ ചെയ്യുക? റിവേഴ്സ് റിയാക്ഷൻ ആണ് ഫേവർ ചെയ്യുക. നമുക്ക് വേണ്ട എന്താണ്? ഫോർവേഡ് റിയാക്ഷൻ ആണ്. ഫോർവേഡ് റിയാക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ടെമ്പറേച്ചർ കുറഞ്ഞാൽ, അതായത് എക്സോതെർമിക്കിന്റെ കേസിലാണ് പറയുന്നത്, എക്സോതെർമിക്കിന്റെ കേസിൽ ടെമ്പറേച്ചർ കുറഞ്ഞാലാണ് ഫോർവേഡ് റിയാക്ഷൻ കൂടുതലായിട്ട് നടക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ അമോണിയന്റെ പ്രൊഡക്ഷൻ കൂടുതൽ വേണ്ടേ, അതായത് ഫോർവേഡ് റിയാക്ഷൻ നടക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ടെമ്പറേച്ചർ കുറക്കണം. മനസ്സിലായോ? അപ്പൊ ടെമ്പറേച്ചർ കുറച്ചാൽ ഹേബർ പ്രോസസ് കൂടുതലായിട്ട് നടക്കും. അപ്പൊ എൻഡോതെർമിക്, അപ്പൊ നിങ്ങൾ ഇവിടെ എക്സോതെർമിക് ആയതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ടെമ്പറേച്ചർ കുറച്ചു, അപ്പൊ ഫോർവേഡ് റിയാക്ഷൻ കിട്ടി. ഇനി നേരെ തിരിച്ച് എൻഡോതെർമിക് ആണെങ്കിലോ? റിയാക്ഷൻ, എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സംഭവിക്കുക എന്താണ്? അവിടെ കൂടുതൽ നടക്കുക ഫോർവേഡ് റിയാക്ഷൻ ആണ്. അപ്പൊ ഇത് മാറിപ്പോരുത്. മനസ്സിലായോ? അപ്പൊ ഈ ഹേബർ പ്രോസസ് വെച്ചിട്ട് നമുക്ക് ചുരുക്കി എഴുതാം. ഹേബർ പ്രോസസിന്റെ കേസിൽ എന്തൊക്കെയാണ് വരുന്നത്? ഫോർവേഡ് റിയാക്ഷനെ ഫേവർ ചെയ്യുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, N2-ന്റെയും അല്ലെങ്കിൽ നമ്മുടെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുക. N2-ന്റെ അതുപോലെ H2-ന്റെ ഒക്കെ ഹൈഡ്രജന്റെ ഒക്കെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ ഫോർവേഡ് റിയാക്ഷൻ കൂടുതൽ കിട്ടും, ഫേവർ ചെയ്യും. അതേപോലെ അടുത്തത് പ്രഷർ ഇൻക്രീസ് ചെയ്യണം, ടെമ്പറേച്ചർ കുറക്കണം. പിന്നെ ഇവിടെ നമുക്കറിയാം സ്പോഞ്ചി അയൺ ആണ് നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ കാറ്റലിസ്റ്റിന് ഇവിടെ എന്താണ്? ഇക്വിലിബ്രിയമായിട്ട് പ്രത്യേകിച്ച് ബന്ധം വരുന്നില്ല. റിയാക്ഷന്റെ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതേസമയം ഇക്വിലിബ്രിയമായിട്ട് ആർക്ക് ബന്ധമല്ല? കാറ്റലിസ്റ്റിന് ബന്ധമല്ല. നമ്മളിവിടെ സ്പോഞ്ചി അയൺ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഇനി ഏത് റിയാക്ഷൻ കിട്ടിയാലും ഈ ഒരു കാര്യം, അമോണിയന്റെ കേസിൽ അല്ലെങ്കിൽ ഹേബർ പ്രോസസിന്റെ കേസിൽ ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏതും ഇത് വെച്ച് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിട്ട് പറ്റും ഏത് റിയാക്ഷനും. കാരണം നിങ്ങൾ നോക്കുക, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു റിയാക്ഷൻ നോക്കൂ. ഇത് ശരിക്ക് നമ്മുടെ ഹേബർ പ്രോസസ് തന്നെ കമ്പയർ ചെയ്ത് നോക്കൂ. A+3B gives 2C. അതിൽ എ എന്താ? N2 അല്ലേ? N2 ഗ്യാസ്. ദെൻ ബി എന്താ? H2 ആണ്. N2+B3H2 gives 2C എന്താ? NH3 ആണ്. അത് ശരിക്കും എന്താണ്? ശരിക്കും ഇതൊരു നിങ്ങൾക്കൊരു ഹേബർ പ്രോസസ് പോലെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞ എന്താ? ഫോർവേഡ് റിയാക്ഷൻ സ്പീഡപ്പ് ചെയ്യണം. ഫോർവേഡ് റിയാക്ഷൻ സ്പീഡപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇനി സിമ്പിൾ ആയിട്ട് അറിയാം എന്താ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എയുടെയോ ബിയുടെയോ കോൺസെൻട്രേഷൻ കൂട്ടണം. ആ ഒരു ഓപ്ഷൻ ഇതിലുണ്ടോ? ഉണ്ട്. നാലാമത്തെ ഓപ്ഷൻ പറയുന്നത് എന്താ? എയുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കണം അല്ലേ? അടുത്ത് നോക്കൂ, താപനില വർദ്ധിപ്പിച്ചാൽ ഹേബർ പ്രോസസ് ഫേവർ ചെയ്ത് കിട്ടുമോ? ഫോർവേഡ് റിയാക്ഷൻ കിട്ടുമോ? ഇല്ല. അതായത് അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സിയുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിച്ചാൽ അല്ലെങ്കിൽ NH3യുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിച്ചാൽ ഫോർവേഡ് റിയാക്ഷൻ ഫേവർ ചെയ്യോ? ഇല്ല, അതും തെറ്റാണ്. അടുത്ത് നോക്കൂ, മർദ്ദം വർദ്ധിപ്പിച്ചാൽ എന്ത് സംഭവിക്കുക? ഇവിടെ നമുക്കറിയാം ഹേബർ പ്രോസസ്സിൽ എന്താണ്? ഫോർവേഡ് റിയാക്ഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ അതറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്താണ്? മർദ്ദം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താ? മർദ്ദം വർദ്ധിപ്പിച്ചാൽ എയുടെ ഗാഢത വർദ്ധിപ്പിച്ചാലും ഫോർവേഡ് റിയാക്ഷൻ സ്പീഡപ്പ് ആവും. കണ്ടോ? അപ്പൊ ഇങ്ങനെ ഏത് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റും. പൊതുവെ മിക്ക ആളുകൾക്കും ലേശാലെ പ്രിൻസിപ്പിൾ പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെ രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഒരു ബുദ്ധിമുട്ടില്ല. സിമ്പിൾ ആയിട്ട് ഏത് ചോദ്യം വന്നാലും അല്ലെങ്കിൽ ഏത് റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അത് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പൊ നമുക്ക് എക്സാമിന് ശരിക്ക് കെമിക്കൽ ഇക്വിലിബ്രിയം മാത്രമേ സിലബസ് തന്നിട്ടുള്ളൂ. ബാക്കി ഇപ്പൊ അയോണിക് ഇക്വിലിബ്രിയം ആ കാര്യങ്ങളൊന്നും സിലബസ് തന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ പോർഷൻ ഒന്നും ഡിസ്കസ് ചെയ്യാത്തത്. അപ്പൊ എന്തായാലും എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഇതിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ തന്നെ മാക്സിമം വർക്കൗട്ട് ചെയ്ത് പഠിച്ചെടുക്കുക. പിന്നെ ഇതേ ഫോർമാറ്റിൽ ഇനി എന്ത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ഇനി
ഫുൾ മാർക്ക് തന്നെ ഈ ഭാഗത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും ചെയ്യും. ഓക്കെ, ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? അതെന്നാൽ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കായിട്ട് കാണാം. സോ താങ്ക് യു.